തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനക്കൂട് എതിരേൽപ്പിന് വിപുലമായ ഒരുക്കങ്ങൾ. പ്രശസ്തരായ വാദ്യകലാകാരന്മാരാണ് ഇക്കുറി എതിരേൽപ്പ് വിളക്കിനോടനുബന്ധിച്ച് എത്തിച്ചേരുന്നതെന്ന് സംഘാടക സമിതി കൺവീനർ ടി.കെ. സുധാകരൻ നായർ പറഞ്ഞു. 10,000-ൽ പരം പേർക്കുള്ള പ്രസാദ ഊട്ടും തയ്യാറാക്കും. വാഹന പാർക്കിങ്ങിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി അദ്ദേഹം വ്യക്തമാക്കി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ആനക്കൂട് കവലയിലെ എതിരേൽപ്പ് മഹോത്സവം ഏപ്രിൽ 10-ന് വിപുലമായ പരിപാടികളോടുകൂടി ആചാരപൂർവ്വം നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ടി.കെ. സുധാകരൻ നായർ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് നിരഞ്ജന മനോജ്, ലക്ഷ്മി അജേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന കേരള നടനം, നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 6:15-ന് ഇവിടെ പ്രസാദ ഊട്ട് നടക്കും. 10,000-ലധികം പേർക്ക് പ്രസാദ ഊട്ടിൽ പങ്കാളികളാകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആനക്കൂട് ജംഗ്ഷനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആനക്കൂട് എതിരേൽപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്രാവശ്യം ഏപ്രിൽ 10-ാം തീയതി ബുധനാഴ്ചയാണ് എതിരേൽപ്പ് മഹോത്സവം നടക്കുന്നത്. 6 മണി മുതൽ കുട്ടികളുടെ ഡാൻസ് ആരംഭിക്കും. 6:30-ന് ഓടുകൂടി നമ്മുടെ പ്രശാന്ത് വർമ്മയുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതിനുശേഷം വാദ്യകലാകേസരി ചന്ദ്രന്മാരാരും വാദ്യകലാനിധി ചിറക്കൽ നിതീഷ്മാരാരും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായ്മയുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ 10,000-ൽ പരം പേർക്ക് പതിവുള്ളതുപോലെ തന്നെ പ്രസാദൂട്ട് അവിടെ ഉണ്ടായിരിക്കും. ദീപക്കാഴ്ച, അഡീഷണൽ വിളക്കുകൾ, അലങ്കാര വിളക്കുകളെല്ലാം വരും. നാളത്തോടുകൂടി വൈകുന്നേരത്തോടുകൂടി തന്നെ അലങ്കാരം, കൊലപാടകൾ വെച്ചുള്ള അലങ്കാരങ്ങളുമെല്ലാം പൂർത്തീകരിക്കും. കോഴിക്കോട് പ്രശാന്ത വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി വൈകുന്നേരം 6:30-ന് ആരംഭിക്കും. വാദ്യകലാകേസരി ചന്ദ്രന്മാരാരും വാദ്യകലാനിധി ചിറക്കൽ നിതീഷ്മാരാരും നേതൃത്വം നൽകുന്ന ഡബിൾ തായമ്പക രാത്രി 8:30-ന് ആരംഭിക്കും. രാത്രി 10 മണിക്ക് എതിരേൽപ്പ് വിളക്ക്, ദീപക്കാഴ്ച, തുടർന്ന് പറവയ്പ് എന്നിവയുണ്ടാകും. ഡോക്ടർ N.R. കണ്ണനും N.R. ആനന്ദും ചേർന്ന് അവതരിപ്പിക്കുന്ന നാദസ്വരവും ഉണ്ടായിരിക്കും. തുടർന്ന് രാത്രി 11 മണിക്ക് പാണ്ടിവേളം എന്നീ പരിപാടികളും ഉണ്ടായിരിക്കും. എതിരേൽപ്പ് മഹോത്സവത്തിൽ പങ്കാളികളാകാൻ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അമ്പാടി ഹോട്ടലിന് എതിർവശം പഴയ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.